ഇത് ആണ് ഇപ്പം ഞങ്ങളുടെ വീട് ക്ലീൻ ചെയ്യുന്ന വാക്വം ക്ലീനർ. അപ്പോൾ ഇതൊരു റോബോട്ടാണ്. അപ്പോൾ നമ്മുടെ ഫോണിൽ ഒരു ആപ്പ് വെച്ച് അതിലൂടെയാണ് നമ്മളിതിനെ ഇൻസ്ട്രക്ട് ചെയ്ത് റൂമെല്ലാം ക്ലീൻ ചെയ്യാൻ വിടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ റോബോട്ട് എല്ലാ ഏതൊക്കെ റൂമാണ് ക്ലീൻ ചെയ്യേണ്ടത് ആ റൂം പോയിട്ട് എല്ലാം ഒന്ന് മാപ്പ് ചെയ്ത് വരും. അതിന് ശേഷമാണ് റൂം ക്ലീൻ ചെയ്യാൻ ആരംഭിക്കുന്നത്. അപ്പം ഞാൻ ആ ആപ്പ് ഏതാണെന്ന് ആദ്യം പരിചയപ്പെടുത്തി തരാം. ഇതാണ് ആപ്പ്, സ്മാർട്ട് ലൈഫ് എന്ന് പറഞ്ഞ്. നമ്മൾ ആപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പേജ് ആദ്യം തുറന്നു വരും. അതിനുശേഷം നമുക്ക് വാക്വം എന്ന് പറഞ്ഞിട്ട് ഉള്ള ഓപ്ഷനാണ് വേണ്ടത്. കാരണം നമ്മുടെ റോബോട്ട് വാക്വം ക്ലീനറാണ്. അത് നമ്മൾ വാക്വമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരും. ഇങ്ങനെ പല കളറിൽ വരും. ഇത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ വീട് മുഴുവൻ മാപ്പ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ റോബോട്ട് ആദ്യമായിട്ട് വാങ്ങുന്നവർ മാപ്പ് സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ മുറികളുടെ ഡോറ് അടച്ചിടരുത്, ഓപ്പൺ ചെയ്തിടണം. എല്ലാ ബാത്റൂമിൻ്റെ ഡോറ് അടച്ചിടണം കേട്ടോ, അല്ലെങ്കിൽ അതും പോയി മാപ്പ് ചെയ്യും. അങ്ങനെ എല്ലാ റൂമും മാപ്പ് ചെയ്യും. മാപ്പ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ ഒരു രൂപം കിട്ടുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പിന്നീട് ഇത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഓട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ആ ഓട്ടോയിൽ ക്ലിക്ക് ചെയ്താൽ വീട് എവിടെയൊക്കെ സ്ഥലങ്ങൾ മാപ്പ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ പോയി ക്ലീൻ ചെയ്തിട്ട് വരും. നമുക്ക് ഇതിൽ മോർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം ഈ റൈറ്റ് സൈഡിൽ. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ വാട്ടർ ലെവലും ചില സമയത്ത് ഡ്രൈ മോഡിൽ തന്നെയായിരിക്കും കിടക്കുക. അത് നമ്മൾ വെറ്റ് ലെവലിലേക്കൊക്കെ ആക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സെക്ഷനാണ്, അത് പൊടി വലിച്ചെടുക്കുന്ന മോഡാണ്. അത് നമ്മളെപ്പോഴും സ്റ്റാൻഡേർഡിൽ വെച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഇത് ക്ലീൻ ചെയ്യാൻ വിടുമ്പോൾ ഡ്രൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഡ്രൈയും വേണം വെറ്റും വേണം, അത് വീട് തുടയ്ക്കുകയും വേണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മീഡിയം എന്ന് പറഞ്ഞിട്ട്, അതായത് അവിടെ ലോ ഉണ്ടാവും, മീഡിയം ഉണ്ടാവും, അതുപോലെ തന്നെ ഹൈ ഉണ്ടാവും. അപ്പോൾ വാട്ടർ ലെവലാണ് അത് കാണിക്കുന്നത്. അത് വെറ്റ് ലെവൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. അതിൽ പോയിട്ട് നമ്മൾ വെറ്റ് ലെവൽ സെലക്ട് ചെയ്തിട്ട് മീഡിയത്തിൽ കൊടുത്താൽ മതി. മീഡിയത്തിൽ കൊടുക്കുമ്പോൾ അധികം വെള്ളം ഉണ്ടാവില്ല. ഇതിൽ പിന്നെ ലിക്വിഡ് ഒഴിക്കരുതെന്ന് അതിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ വേറെ ഒരു ലിക്വിഡും, അതായത് നമ്മൾ ഈ ക്ലീൻ ചെയ്യാനുള്ള ഒരു ഡിറ്റർജൻറ്റോ അതിലേക്ക് ഒഴിക്കാനോ ഇടാനോ പാടില്ല. പിന്നെ ഇതിൽ ഞാൻ കാണിച്ചേക്കുന്നത് നമ്മൾ എത്രമാത്രം യൂസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഉള്ളതാണ്. ഇനി ഞാനിത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ കോമൺ ആയിട്ടുള്ളൊരു ലോഗിൻ ഐ ഡിയിൽ വേണം എല്ലാവരുടെയും ഫോണിൽ ഇത് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ സ്മാർട്ട് ലൈഫ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ വാക്വം എന്ന് കാണുന്നുണ്ട്, അതിൽ പ്രസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇത് മാപ്പിംഗ് ഏരിയയാണ്. നമ്മുടെ ഈ എൻ്റെ ഹൗസ് ഇതിൽ മാപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ലിവിങ് റൂമും കിച്ചണുമാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഈ സോൺ എന്ന് പറഞ്ഞ് ഇവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യുക, ഒന്ന് ടച്ച് ചെയ്യാം. ഏത് സോണാണ് വേണ്ടത് അവിടെ നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പം ഞാനിവിടെ കിച്ചൺ ഇതുപോലെ ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. ഇങ്ങനെ സെലക്ട് ചെയ്യാം. അതിന് ശേഷം ഒന്നും കൂടെ പ്രസ് ചെയ്ത് പിന്നെ നമുക്ക് ഏതാണ് വേണ്ടത്, ലിവിങ് റൂം വേണം. അപ്പോൾ എനിക്ക് ലിവിങ് റൂമാണ് പിന്നെ ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്യാം, എൻ്റെ ലിവിങ് റൂം ക്ലീൻ ചെയ്യും. ഇങ്ങനെ നമ്മൾ കൊടുക്കുക. ഇനി നമ്മളിങ്ങനെ കൊടുത്തതിന് ശേഷം ഗോ ഹിയർ എന്നും പറഞ്ഞിട്ട് കൊടുക്കുക. ഇത് നമ്മുടെ റോബോട്ട് അവിടെ നിന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വരും. നമുക്ക് എന്താണോ ക്ലീൻ ചെയ്യേണ്ടത് അത്രയും ഭാഗം മാത്രം കൊടുക്കുക. വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക, ഡ്രൈ വേണമെങ്കിൽ ഡ്രൈ മാത്രം കൊടുക്കുക. ഞാനിപ്പോൾ രണ്ടും കൂടിയാണ് കൊടുത്തേക്കുന്നത്. ഇപ്പം നമ്മൾ റോബോട്ടിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ പോസ് ചെയ്യാം. അപ്പോൾ റോബോട്ട് അവിടെ പോസ് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് വരും. ഇനി നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാക്കിലെ ബട്ടൺ ഞെക്കി ഹോമിലേക്കാണെങ്കിലും വിടാം. അപ്പോൾ ഇങ്ങനെയാണ് റോബോട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി, അതായത് റോബോട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ. അപ്പോൾ ഞാനിത് ഇങ്ങനെയാണ് റോബോട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫോണിൽ സ്മാർട്ട് ലൈഫ് ആപ്പ് ഓൺ ചെയ്ത് റോബോ ആദ്യം മാപ്പ് ചെയ്ത് പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതാണ് ഇപ്പം ഞാൻ കാണിച്ചു തന്നത്. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് സോണാണ് വേണ്ടത് ആ സോണിനനുസരിച്ച് ക്ലീൻ ചെയ്യാൻ വിടാം. അതുപോലെ തന്നെ വാട്ടർ ഒഴിക്കേണ്ടതും എത്ര ലെവല് വാട്ടർ വേണം അതൊക്കെ വാട്ടർ ലെവല് ഏതൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യണം എന്നുള്ളതും കാണിച്ചു തന്നു. പിന്നെ ഇപ്പം നമ്മൾ ഈ റോബോട്ടിനെ വെച്ചേക്കുന്നത് ഇതുപോലെ ഒരു പരന്ന പ്രതലത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് വേണം നമ്മൾ റോബോട്ടിനെ വെക്കാൻ വേണ്ടിയിട്ട്. കാരണം അതിന് പോയി
തന്നെ അത് കറങ്ങി കറങ്ങി പോയി അതിന് ചാർജ് ചെയ്യാൻ പാകത്തിനുള്ളൊരു പ്ലേസിൽ വേണം അത് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി. ഇപ്പം സെറ്റ് പോലെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ മന്ത്ലി വൺസ് ഒന്ന് മാറ്റിയിട്ടിട്ട് ക്ലീൻ ചെയ്യേണ്ടി വരും. വേറെ എല്ലാം ഇത് ക്ലീൻ ചെയ്യും. ഞാനിപ്പോൾ മാറ്റുന്നില്ല, കാരണം ഞാൻ മീഡിയം ലെവൽ ഇതിലാണ് വാട്ടർ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഈ മാറ്റിൻ്റെ മേലെ കൂടെയും അധികം വെള്ളം വരത്തില്ല. പിന്നെ ഇതേപോലത്തെ ഈ ചെയറുകൾ മാറ്റി വയ്ക്കണം. ഇത് കണ്ടോ, ഇതുപോലത്തെ റൗണ്ടായിട്ടുള്ള ചെയറുകൾ മാറ്റി വയ്ക്കണം. പിന്നെ ഇതുപോലെ സ്റ്റൂളുകൾ അതൊന്നും വെക്കരുത്. ഈ റോബോട്ടിനെ വിടുമ്പം ഇതുപോലത്തെ ഈ മാറ്റുകൾ ഇതിപ്പം റോബോട്ട് അതിൽ കൊളുത്തി പിടിക്കില്ല. ചില മാറ്റുകളൊക്കെ ഈ റോബോട്ട് അത് വലിച്ചുകൊണ്ട് നടക്കും. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള മാറ്റുകൾ വേണം നിലത്തിടാൻ വേണ്ടിയിട്ട്. ഇനി ക്ലീൻ ചെയ്യുന്നൊരു ടൈമിൽ നമുക്ക് മാറ്റി ഇടാം. ഇതിൻ്റെ മേലെ കൂടെ പോയാലും കുഴപ്പമില്ല. പക്ഷെ ഞാനത് അതിൻ്റെ അടിയിലൊക്കെ പൊടി ഉള്ളതുകൊണ്ട് ഇത് മാറ്റിയിടുവാണ്. ഇതിങ്ങോട്ടേക്ക് വലിക്കാം. ഇന്ന് ഞെക്കിയിട്ട് ഇവിടെ ഒരു ഭാഗമുണ്ട്, ഈ ഒരു ഭാഗമുണ്ട്. ഇതുണ്ട്, ഇവിടെ ഇവിടെ ഇന്ന് ഇങ്ങോട്ടേക്ക് പുറകോട്ട് വലിക്കണം. പുറകോട്ട് വലിക്കുമ്പോഴത്തേനും ഇതിങ്ങനെ എടുക്കാൻ പറ്റും. ഇതിലാണ് നമ്മുടെ റോബോട്ട് ഈ വീടിൻ്റെ ഉള്ളിലുള്ള പൊടി മുഴുവൻ കളക്ട് ചെയ്യുന്നതിൻ്റെ അകത്താണ്. ഇതുണ്ടോ, ഇതിപ്പോൾ 2 ദിവസത്തെ പൊടിയാണ് കേട്ടോ. 2 ദിവസം കൊണ്ട് തന്നെ ഇത്രയും പൊടിയായി. ഇതുകൊണ്ട് ഒരു തരം കറുത്ത സാധനമാണ് ഈ വരുന്നത്. ഇത് നമുക്ക് കളയാം. ഇപ്പം ഈ പൊടിയെല്ലാം കൂടെ ഈ ഒരു പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പൊടി അലർജി ഉള്ളൊരു മാസ്ക് ഇട്ടിട്ട് വേണം ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് ക്ലീൻ ചെയ്യാം. ഇത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് ക്ലീൻ ചെയ്യണം കേട്ടോ. ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെളിച്ചമുള്ളടുത്ത് വെച്ച് കാണിച്ചാലല്ലേ നിങ്ങൾക്ക് തിരിയുള്ളൂ. ഇപ്പം ഞാനിത്രയും ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ ബ്രഷും കൊണ്ടുവന്നിട്ട് ഇത് ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് കഴുകി വൃത്തിയാക്കണം. ഈ ഒരു ഫിൽറ്ററൊക്കെ ഊരാൻ പറ്റുന്നതാണ്. അപ്പം ഞാനതൊന്നും ക്ലീൻ ചെയ്യുന്നില്ല. നമ്മൾ ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഡെമോ നമുക്ക് കിട്ടും. ഇത് ഇത്രയും ഞാൻ ക്ലീൻ ചെയ്തു. ഇനി ഇതിൻ്റെ ഈ ഫിൽറ്റർ എന്ന് പറയുന്നതുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ ഊരുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ ഊരും. എന്നിട്ട് ഈ ഫിൽറ്റർ നമ്മൾ കഴുകി വൃത്തിയാക്കണം. നല്ല പൊടിയുണ്ട് കണ്ടോ. ഇതെപ്പോഴും ഒന്നും തുടയ്ക്കൊന്നും വേണ്ട. ആഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോഴോ ഒക്കെ ഒന്ന് തുടച്ചാൽ മതി. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ പൊടിയാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. ഫിൽറ്റർ ക്ലീൻ ചെയ്യണം. ഇതുപോലത്തെ പാർട്സൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന റോബോട്ട് വേണം നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഈ പൊടി ഞാൻ കളയട്ടെ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു ട്രേ ആണ്. ഇതിൻ്റെ ഇതുണ്ടാവും, ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവിടെയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിൽ കൂടെ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് ഊരിയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതാണ് മെയിനായിട്ടുള്ളത്, പൊടി കളക്ട് ചെയ്യുന്നത്. അത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലൂടെ എഴുതിയിട്ടുണ്ട് ഡു നോട്ട് ആഡ് ക്ലീനിങ് ഏജൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മളിലോട്ടൊന്നും ഒരു എക്സ്ട്രാ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. അത്രേ ഉള്ളൂ ഇതിൻ്റെ ക്ലീനിങ്. പിന്നെ ഇവിടെ ഒരു സാധനമുണ്ട്, ഇതുണ്ട് ഒരു ബ്രഷ്. ഈ ബ്രഷും നമ്മൾ ക്ലീൻ ചെയ്യണം. ഇവിടെയാണ് നമ്മുടെ ഈ തലമുടി പോലെയുള്ള സാധനങ്ങൾ, നൂല് പോലെയുള്ള സാധനങ്ങളൊക്കെ വന്ന് അടിയുന്നത്. എൻ്റെ മുടിയാണ് ഈ ഇരിക്കുന്ന മുഴുവൻ. ഇത് ഞാൻ ആഴ്ചയിലൊന്ന് ക്ലീൻ ചെയ്യും കേട്ടോ. എൻ്റെ നൂല്, തലമുടി ഞാൻ എടുത്ത് കളഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊന്നും നല്ല തലമുടി ഇതുണ്ടോ, എനിക്ക് കിട്ടുന്നില്ല. മുടിയൊക്കെ വലിച്ചു കളയാൻ വേണ്ടി കണ്ടോ, ഇതുപോലത്തെ ഒരു ബ്രഷ് കിട്ടും കേട്ടോ. ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വലിച്ച് കളയാം. അപ്പം ഇത്രയും പാർട്സ് ആണ് കേട്ടോ ക്ലീൻ ചെയ്യേണ്ടത്. ഇനി ഇതിപ്പോൾ ഞാനിത് തുറന്നിട്ട് കണ്ടോ, ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ അടയ്ക്കാം. അപ്പോൾ ഇത് ഇത്രയും വെള്ളമുണ്ട്, ഒരു ഡിറ്റർജൻറ്റും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി നമുക്കിത് ഇത് വെക്കണം, നമ്മുടെ ഡസ്റ്റ് കളക്ടർ വെക്കണം. ഇത് ഇങ്ങനെ വെച്ച് ഡസ്റ്റ് കളക്ടർ ചുമ്മാ വെച്ചാൽ മതി. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. The 2-in-1 dust and water tank has been start heading home. അപ്പോൾ ഞാനതിനെ ക്ലീൻ ചെയ്തിട്ട് ഹോമിലേക്ക് വിട്ടിട്ടുണ്ടോ. ഹോമിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ആപ്പിൽ പോയിട്ട് ആപ്പിൽ ക്ലിക്ക് ചെയ്താലും മതി.
അതിന് ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാണ് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത്. ലൊക്കേഷൻ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമേ അത് അതിൻ്റെ ഹോമിലേക്ക് പോവുള്ളൂ. അപ്പോൾ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ പറയും, സക്സസ്ഫുള്ളി ഐഡൻറ്റിഫൈഡ് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വരും. പിന്നെ ഈ ചെരുപ്പുകളൊക്കെ ഉള്ളത് മാറ്റി വയ്ക്കണം ക്ലീൻ ചെയ്യുന്ന സമയത്ത്. അത് ഞാൻ പറയാൻ മറന്നുപോയി. പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എടുത്തോണ്ടേ പോകുള്ളൂ. ഇതാണ് അതിൻ്റെ ഹോം. അവിടെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആയിക്കോളും. ഇപ്പം ഞാൻ ക്ലീൻ ചെയ്തും കൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ റോബോട്ടിന് വാങ്ങാൻ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ആമസോണിൽ കൂടിയൊക്കെ വാങ്ങിക്കാൻ പറ്റും. ആമസോണിൽ നമുക്ക് ഏതാണ് അവൈലബിലിറ്റി നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. ഇത് ഞങ്ങൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചതാണ്. യുറേക്ക ഫോബ്സിൻ്റെ ആണ്. പാർട്സ് ഇതിൻ്റെ കിട്ടാൻ കുറച്ച് ഡിലേ ആണ്. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഓൾറെഡി ഒരു സ്പെയർ എക്സ്ട്രാ വാങ്ങിച്ചു, ഇതിൻ്റെ പാർട്സൊക്കെ എക്സ്ട്രാ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിലോട്ട് യൂസ് ചെയ്യുമ്പോഴത്തേനും അടുത്തത് നമ്മൾ ഓർഡർ ചെയ്യണം. അത്ര ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് വീടൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ല യൂസ്ഫുള്ളാണ്. നമ്മൾ ഈ മാറ്റിട്ടുള്ളതുകൊണ്ട് ഈ മാറ്റിൻ്റെ മേലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യും. പിന്നെ മീഡിയം ഈ മാറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതെടുക്കാൻ തന്നെ ഒരു മീഡിയം ലെവലിൽ വിട്ടാൽ മതി. വെള്ളം എപ്പോഴും വിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, മീഡിയം ലെവലിൽ വിട്ടാൽ മതി. അല്ലെങ്കിൽ ലോയിൽ വിട്ടിട്ട് ഇത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹൈയിലോ അല്ലെങ്കിൽ മീഡിയത്തിലോ വിടുക. ഞാനിപ്പോൾ ഇവിടെ ഇല്ലാത്ത സമയത്താണ്, അല്ല വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഒരു മീഡിയത്തിൽ സെലക്ട് ചെയ്തിട്ട് അങ്ങ് വിട്ടേക്കും. പിന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിച്ചാൽ മതി, അതിൻ്റെ റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഞാനിത് പുതിയതായിട്ട് തുടങ്ങിയൊരു ചാനലാണ്. ഇതുപോലെ അപ്ലയൻസസും അതുപോലെ തന്നെ നമ്മൾ വാങ്ങിക്കുന്ന ചെറിയ ചെറിയ ഇലക്ട്രോണിക്സ് ഐറ്റംസൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ചാനലാണ്. അപ്പോൾ ചാനലൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.